നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം കെ മുരളീധരൻ നായർ അതിഥിയായുണ്ട്. ഇന്ന് അദ്ദേഹം നിങ്ങളുടെ വാസ്തുപരമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള മറുപടി, സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. നമസ്കാരം. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഭയങ്കര ഭാഗ്യം അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വീട് നിർമ്മിക്കുമ്പോൾ അതിനകത്തെല്ലാം ഭാഗ്യത്തിന് എന്തൊക്കെ വെക്കാം, വീട്ടിൽ ഐശ്വര്യം വരെ എന്തൊക്കെ വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏത് വീട്ടിൽ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും കാണുന്ന ഒരു സാധനമാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധ വെറൈറ്റികളുണ്ട്. പണ്ട് ഈ മണി പ്ലാന്റ് നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലാണ് നടുന്നതെങ്കിൽ ഇപ്പോൾ വീട്ടിനകത്താണ്. എല്ലാ വീട്ടിനകത്തും മണി പ്ലാന്റ് ഇല്ലാത്ത വീടില്ല. മണി പ്ലാന്റിൻ്റെ പല പല വെറൈറ്റികൾ അത് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഈ വേര് അങ്ങനെ ഉള്ള ചെടികളൊക്കെ ഈ ഗ്ലാസ്സിൽ കൂടെയൊക്കെ പടർന്നു പോകുന്നതും വീടിൻ്റെ കോർണറിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികത വാസ്തുപരമായിട്ട് ഈ മണി പ്ലാന്റ് ഏത് തരത്തിലാണ് നമുക്ക് വീട്ടിൽ ഗുണം ചെയ്യുക, അതിൻ്റെ ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനത്തെ ടൈപ്പായിരിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ. ഞാനൊരിക്കൽ ഈ മണി പ്ലാന്റിനെ പറ്റി ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ അത് സ്വീകരിച്ച കാര്യം കൂടെയാണ്. ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മണി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ചെടി തന്നെയാണ്. അതൊരിക്കലും നല്ലതല്ല എന്നും പറഞ്ഞാൽ അത് നിങ്ങൾ വച്ചെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ഒന്നും കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. പൈസ നിങ്ങൾ അധ്വാനിച്ചാലേ കിട്ടുള്ളൂ, അത് വേറെ ഒന്നുമില്ല. മണി പ്ലാന്റ് വളരെയധികം മനസ്സിന് സുഖമുള്ളതും ഒരു കുളിർമയുള്ളതും ഉള്ള ചെടി. അത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഏത് ഭാഗത്താണോ അത് വളർത്തുന്നതിന് തടസ്സമില്ല. വീടിൻ്റെ അകത്ത് നമുക്കത് വയ്ക്കാം, തടസ്സമൊന്നുമില്ല. വീടിനകത്ത് തന്നെ ഇപ്പോൾ വയ്ക്കത്തക്ക ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ ചിലത് അലർജി, ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ അലർജി ഉണ്ടാവുന്ന സംഭവം ഇപ്പോൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഒരു ചെടി നമ്മളിങ്ങനെ ഇൻഡോർ ചില ചെടി മേടിച്ചാൽ അങ്ങനെ എന്തെങ്കിലും സംഭവം അപ്പാടെ ആ ചെടിയെടുത്ത് മാറ്റിക്കൊള്ളണം. ഇങ്ങനെ ഗുണത്തിലേറെ ദോഷങ്ങളുള്ള സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ മണി പ്ലാന്റ് മാത്രമാണെങ്കിൽ അത് പല ആൾക്കാർ വച്ച ശീലമുള്ളതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമൊന്നുമില്ല. അത് വളർന്ന ഭാഗത്ത് വയ്ക്കുന്ന തടസ്സം നല്ല കാറ്റും നല്ല ഉരവും വെള്ളവും കിട്ടണമെങ്കിൽ ഇത് ഭയങ്കര ഇലയിട്ട് വരും, വലിയ ഇലയിട്ടൊക്കെ വരും. ചില ചുവരിലൊക്കെ അള്ളിപ്പിടിച്ച് നോക്കി വളരുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് വളരാൻ പറ്റണ്ട. എങ്കിലും മണി പ്ലാന്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ചെടിയാണ്, അത് നെഗറ്റീവല്ല. അതുകൊണ്ട് അത് വച്ചെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ സമ്പന്നനാവാന്നുള്ള ധാരണയൊന്നും വേണ്ട. അത് വയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അത് വീട്ടിനകത്ത് വയ്ക്കുന്നതിന് പ്രത്യേകിച്ച് സ്ഥാനം ഒരു പോസിറ്റീവ് എനർജിയാണ്. അല്ല സ്ഥാനം അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ സ്ഥാനം അത് സൂര്യപ്രകാശം ജനലിൽ കൂടെ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കാം. അല്പം കാറ്റുകൾ കിട്ടണം, അതുകൊണ്ട് നല്ലതേ ഉള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും അന്ധമായ വിശ്വാസങ്ങളുണ്ട്. ഇപ്പം മണി പ്ലാന്റൊക്കെ വെച്ചെടുത്ത് എനിക്ക് എൻ്റെ കടം മാറും, പൈസയൊക്കെ തന്നെ അവർ ലോട്ടറി അടിക്കും എന്നൊക്കെ. അതൊന്നും നടക്കാത്ത കാര്യം. അതുപോലെ ഒരു സാധനമാണ് നമ്മുടെ കുബേരൻ എന്ന് പറയുന്നത്. പല വീടുകളിലും ഇപ്പോൾ വലിയതും പല കുബേരൻ്റെ പ്രതിമയൊക്കെ പല പ്രത്യേകതകളുണ്ട്. കുബേരൻ നിൽക്കുന്നത്, ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കെട്ടുമായിട്ടൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ പ്രതിമകളുണ്ട്. ഇതിൽ ഏത് വെക്കണം എന്നുള്ളതാണ്. ഇതിപ്പോഴും നമുക്ക് ഈ വാസ്തുശാസ്ത്രം, എനിക്കിപ്പോൾ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാത്രമേ ആദ്യം പറയാൻ പാടുള്ളൂ. ഇത് ഫെങ്ഷുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചൈനീസ് വാസ്തുശാസ്ത്രം. ആ ശാസ്ത്രം ചൈനയെ കൊള്ളാം, അല്ലാതെ കേരളത്തിലൊന്നും പറ്റില്ല. അത് ഫെങ്ഷു ചെടിയുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന ചില കാര്യങ്ങൾ, അതായത് പിന്നെ കുബേരൻ്റെ അതിൻ്റെ വിഗ്രഹം പല രീതിയിൽ മോഡലിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിനൊക്കെ വീട്ടിനകത്ത് വെച്ചാൽ വളരെ പോസിറ്റീവാണ്, പൈസ കിട്ടും എന്നുള്ള ഉള്ള പൈസ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അന്ന് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും നമുക്ക് വീടിനകത്തൊരു എനർജി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അത്യാവശ്യം പടങ്ങൾ വെച്ച് പൂജ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യുക. നിങ്ങൾ നെയ് വിളക്കൊക്കെ കത്തിച്ചാൽ വീടിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ടൊരു എനർജി ഫ്ലോട്ട് ഉണ്ടാകും. അല്ലാതെ കുബേരൻ്റെ പടം വച്ചാൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തൊന്നും ഉണ്ടാകാൻ പോകണില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനകത്തൊന്നും കുബേരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദേവലോകത്തിൻ്റെ ധനകാര്യ മന്ത്രിയാണ്. സ്വർണ്ണ നിറം, സ്വർണ്ണ തലമുടി എല്ലാം ഉള്ളവരാണ് കുബേരൻ. വടക്കിൻ്റെ സ്ഥാനമാണ് പറയുന്നത്, വടക്കോട്ട് ദിക്കുന്നുണ്ട് വടക്ക്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ ദേവലോകത്തിൽ ധനകാര്യമന്ത്രിയാണ് കുബേരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യന് എല്ലാം കൊടുക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. സകലനും കൊടുക്കില്ല. ഒരു മനുഷ്യന് ഈശ്വരൻ ദൈവത്തിന് പോലും കൊടുക്കില്ല എന്ന് പറയുന്നത്, എല്ലാം കൊടുക്കില്ല. അപ്പോൾ ഈ കുബേരൻ സകലം സ്വർണ്ണമയമാണ്. എങ്കിലും അദ്ദേഹത്തിന് ഒരു കുഷ്ഠരോഗം കൊടുത്തിന് കൈ ഈ ഇടത്തേക്ക് ഈ വിരൽ മടങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു കൊട്ടു കൊടുത്തേക്കാണ് നടത്തുക. എല്ലാമാണ്. ഒരു ഗ്രന്ഥത്തിൽ തന്നെ ഇത് കുബേരൻ്റെ വാഹനം ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യനാണെന്നാണ് പറയുന്നത്.
മനുഷ്യൻ്റെ തോളിയിരുന്നാണ് സഞ്ചരിക്കുന്നതാണ്. അപ്പോഴാണ് മനുഷ്യൻ ഒരിക്കലും തന്നെ പൈസയ്ക്ക് അത്യാഗ്രഹം, അത് ഈ പൈസയ്ക്ക് ഒരിക്കലും തന്നെ ഒരു മതിയാകുന്ന പരിപാടിയില്ല. 1 കിട്ടുമ്പോൾ 2 കിട്ടാൻ പോകാം, 2 കിട്ടുമ്പോൾ 4 കിട്ടാൻ പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുബേരൻ്റെ വാഹനം മനുഷ്യനെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഈ അത്യാഗ്രഹം, പണത്തിനോട് അത്യാഗ്രഹം ഉണ്ടാകുന്നതാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിന് ആധികാരം എന്താണെന്ന് വെച്ചിരുന്നില്ല, എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും ഒരു കാര്യം നല്ലത് തന്നെയാണ്. നമുക്കിപ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ, ചെടികളായിരുന്നാലും ശരി, ബാമ്പുവൊക്കെ വയ്ക്കും, ഒക്കെ വയ്ക്കുന്ന നിയമ തടസ്സമൊന്നുമില്ല. എന്നാൽ ചെടികൾ വയ്ക്കുന്നുള്ള ഇൻഡോർ മോഡൽ ചെടികൾ വയ്ക്കുമ്പോൾ നമുക്ക് അലർജി ഒന്നും അല്ലാത്ത രീതിയിൽ കൂടെ നോക്കണം. ബാമ്പുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില വീടുകളിലൊക്കെ അത് നമ്മളതിൽ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്. അതായത് ഫ്രണ്ടിൽ ഈ കന്നിമൂല തുടങ്ങി ഫ്രണ്ടിൽ ഈ ബാമ്പു വെക്കുന്നത് നല്ലതാണ്, കാരണം വീടും ഈ പ്രധാനത്തിൽ മറഞ്ഞു പോകും. നമുക്ക് വീടിൻ്റെ പിന്നെ ഗേറ്റ് മറിക്കാൻ പ്രധാനപ്പെട്ട വാതിൽ മറിക്കും. നമുക്ക് ബാമ്പു നടുന്നത് നല്ലതേ ഉള്ളൂ. അത് വളരെ പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. അത് പണ്ട് കാലത്തൊരു ഒരു പഴമൊഴി എന്തോ നക്ഷത്രക്കാർക്ക് വെള്ളം കൂടുതലായി പിടിച്ചെടുക്കും അങ്ങനെ കുറച്ച് അതല്ല ചില നക്ഷത്രക്കാർ വീട്ടിന് നേരെ എതിരെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപോകാൻ അവർക്ക് ദോഷമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് മറയാൻ വേണ്ടി പണ്ടത്തൊരു പഴമൊഴിയാണ് ഈ മുള നട്ട് മറയ്ക്കുക എന്നുള്ള തത്വങ്ങൾ പണ്ട് കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാനും കേട്ടിട്ടില്ല എന്ന് പറയുന്നില്ല. അതിലൊക്കെ എന്തെങ്കിലും ശരിയുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം നല്ലതാണ്, ഈ മുള വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലതാണ്. ഇപ്പോഴും മോഡേൺ രീതിയിൽ അതിനെ ചെറുതായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വീടിനകത്തൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ ബാമ്പു. അതൊക്കെ ഒരു ഒരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. ഈ രീതിയിലൊക്കെ പരിപാലിച്ചു കൊണ്ട് പിന്നെ വീട്ടിനകത്ത് വയ്ക്കുന്ന ഒരു പരിധിയില്ലേ. അതുപോലെ വീടിൻ്റെ പുറത്തൊക്കെ റെഡിമെയ്ഡ് പ്രതിമകളൊക്കെ ഒരുപാട് കൊണ്ടുവയ്ക്കുന്നത്, അതും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള പ്രതിമകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തടസ്സമില്ല. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചില പ്രതിമകളൊന്നും പാടില്ല. പ്രതിമകളെന്ന് വെച്ചിരുന്നാൽ നമുക്കൊരു മനസ്സിന് ഇമ്പം വേണ്ടേ, ഏത് കേസായിരുന്നാലും ശരി. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളാണോ വീടിനകത്തോ പുറത്തോ നമുക്ക് വയ്ക്കുന്ന തടസ്സമൊന്നുമില്ല. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പണ്ട് കാലത്തൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ വെച്ച് പൂജിച്ചവർ പുറത്തല്ലേ ചില വിഗ്രഹങ്ങളൊക്കെ എടുത്ത് ചില വീടിൻ്റെ എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന ഇന്റീരിയർ ഡിസൈൻകാരന്മാർ അതൊക്കെ ദോഷമുണ്ട്. കാളവണ്ടിയുടെ വീല് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നെഗറ്റീവാണ്, തീർച്ചയായിട്ടും നെഗറ്റീവ്. അപ്പം അത്തരം കാര്യങ്ങൾ ഇത് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കണക്കുകളിൽ വരുന്നതല്ല. ഇതൊക്കെ നിങ്ങളുടെ അന്ധവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയുടെയൊക്കെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് വാസ്തു ആചാര്യൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മൾ വെറുതെ അറിഞ്ഞുകൊണ്ട് പണി മേടിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഏതായാലും നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ കൃത്യമായി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. എല്ലാ എപ്പിസോഡിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. കൃത്യമായി ഒരു വീട് വയ്ക്കുന്നതിന് മുമ്പായിട്ടൊരു ആചാര്യൻ്റെ അടുത്ത് തന്നെ, അറിവുള്ളവൻ്റെ അടുത്ത് തന്നെ പോയി കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ നമ്മൾ ദിവസവും പ്രതിവിധി തേടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.